കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചാന്ദിനിയും സുഭാഷും തമ്മിലുള്ള കല്യാണം നടത്താൻ വീട്ടുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ അമ്പലത്തിലോട്ട് നീതു വരുന്നുണ്ട്. അമ്പലത്തിൽ നികേഷും സുഭാഷും ഹരീഷും സുധീഷും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നികേഷ് ഹരീഷിനോട് ചോദിക്കും, നീതു വരുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയും, അവൾ വരില്ല എന്നാണ് പറഞ്ഞത്, ഇനി വരുമോ എന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ്. അവൾ വരാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പോഴാണ് നികേഷ് ഇങ്ങനെ നീതുവും അതുപോലെ നീതുവിൻ്റെ അമ്മയും അച്ഛനും വരുന്നത് ഇങ്ങനെ കാണുന്നത്. ആ സമയത്ത് നികേഷ് ഹരീഷിനോട് പറയും, ഹരീഷേട്ടാ അങ്ങോട്ടേക്ക് നോക്ക്, ആരാ വരുന്നത്. നീതുവും അച്ഛനും അമ്മയും കൂടെ ഹരീഷിനെയും സുഭാഷിനെയും സുധീഷിനെയും നികേഷിനെയും അടുത്തോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ നീതു ഞങ്ങൾ വന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും, ഇവിടെ ഇരിക്കൂ എന്ന്. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛൻ പറയും, ഞങ്ങൾ കുറച്ച് അവിടേക്ക് പോയിട്ട് വരാം എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതു പറയും, നിങ്ങൾ നടന്നോളൂ, ഞാൻ വരാം എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ പറയും, അവൾക്ക് അവരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാകും, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. ആ സമയത്ത് ഹരീഷ് നീതുവിനോട് ചോദിക്കും, നീയല്ലേ പറഞ്ഞത് വരുന്നില്ല എന്ന്. ആ സമയത്ത് നീതു പറയും, നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ വരാതിരിക്കുന്നത്, എവിടെയാണ് ചാന്ദിനി, ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയും, അതാ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീതു അവിടേക്ക് പോകും. ഞാൻ അവരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീതു അവിടെ നിന്നും പോകും. അങ്ങനെ നീതു ചാന്ദിനിയോട് പറയും, സൂപ്പറായിട്ടുണ്ട് ചാന്ദിനി എന്ന് പറയുകയാണ്. സാരിയിൽ കാണാൻ ചാന്ദിനിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുകയാണ്. പിന്നീട് നീതു നിധിയോട് പറയും, നിധിയേട്ടത്തിയും സൂപ്പറായിട്ടുണ്ട്, നിധിയേട്ടത്തിക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതുവിനോട് പറയും, നീയും സൂപ്പറായിട്ടുണ്ട്, നിനക്കും നല്ല ഭംഗിയുണ്ട് ഈ സാരി എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതു പറയും, ഇത് നിധിയേട്ടത്തിയുടെ സെലക്ഷൻ അല്ലേ. ഇങ്ങനെ നിധിയും ചാന്ദിനിയും നീതും സംസാരിക്കുന്നത് ഇങ്ങനെ ഹരീഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും. ആ സമയത്ത് ഹരീഷിന് അത് കാണുമ്പോൾ സന്തോഷമാകും. പിന്നീട് ക്യാമറാമാനോട് ഹരീഷ് പറയും, അവർ 3 പേരെയും ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കാമോ എന്ന്. അങ്ങനെ ക്യാമറാമാൻ അവരെ ഫോട്ടോ എടുക്കാൻ അവരുടെ അടുത്തോട്ടേക്ക്. പിന്നീട് അങ്ങോട്ടേക്ക് സുനന്ദയും ലളിതയും വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ സുധീഷും അങ്ങനെ നീതുവും നിൽക്കുന്നുണ്ടാകും. അങ്ങനെ സുനന്ദ നീതുവിൻ്റെയും സുധീഷിൻ്റെയും അടുത്തോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കും, എവിടെ സുഭാഷേട്ടൻ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, അവിടെയുണ്ട് സുഭാഷേട്ടൻ, എങ്കിൽ സുഭാഷേട്ടനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദയും അതുപോലെ ലളിതയും സുഭാഷിൻ്റെ അടുത്തോട്ടേക്ക് പോകുകയാണ്. ഭാസ്കരൻ അങ്ങനെ പൂജാരിയോട് ചോദിക്കുന്നുണ്ട്, എല്ലാം റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട്, എല്ലാം റെഡിയായി എന്ന്. പിന്നീട് സുനന്ദയും ലളിതയും സുഭാഷിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും, ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ അങ്ങ് വിളിച്ച് ഇരുത്തുകയാണ്. ലളിത നടക്കുന്ന സമയത്ത് ലളിതയുടെ കാലിന് ചെറിയ വേദന ഉണ്ടാകും. ആ സമയത്ത് സുഭാഷ് ചോദിക്കും, എന്ത് പറ്റി ലളിതാൻ്റിക്ക് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുനന്ദ പറയും, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മയൊന്ന് ചെറുതായിട്ടൊന്ന് വീണു, അതാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് സുഭാഷ്. ആ സമയത്ത് സുനന്ദ പറയും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. പിന്നീട് സുഭാഷ് സുനന്ദയോട് ചോദിക്കും, എങ്ങനെ ഇരിക്കുന്നു, സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുനന്ദ പറയും, ആ സുഖമായിട്ട് ഇരിക്കുന്നു. സുഭാഷ് പിന്നീട് ചോദിക്കും സുനന്ദയോട്, വീട്ടുകാരൊക്കെ എല്ലാവർക്കും സുഖമാണ്, അപ്പോൾ ഹസ്ബൻഡ് വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുനന്ദ പറയും, വരും, സമയമാകുമ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സുനന്ദ ചോദിക്കും, എവിടെ ചാന്ദിനി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും, അവിടെയുണ്ട് എന്ന്, എങ്കിൽ ഞാൻ ചാന്ദിനിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും സുനന്ദ പോകും. പിന്നീട് സുനന്ദ ചാന്ദിനിയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചാന്ദിനിയുടെ കൈ പിടിച്ചുകൊണ്ട് സുനന്ദ ചോദിക്കും, എങ്ങനെ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ചാന്ദിനി പറയും, സുഖമായിരിക്കുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് സുനന്ദ ചോദിക്കും, മലയാളം എല്ലാം പഠിച്ചല്ലോ. അങ്ങനെ ചാന്ദിനി പറയും, കുറച്ചൊക്കെ പഠിച്ചു എന്ന് പറയുകയാണ്. ആ സമയത്ത് സുനന്ദ പറയും, സുഭാഷേട്ടൻ ചാന്ദിനിയെ പൊന്നുപോലെ നോക്കും എന്ന് പറയുകയാണ്. ആ സമയത്ത് ചാന്ദിനി പറയും, അതെല്ലാം എനിക്കറിയാം എന്ന് പറയുകയാണ്. ലളിത പറയും സുനന്ദയോട്, നീ ഇവരോട് സംസാരിച്ചിരിക്കെ, ഞാൻ അവിടെ പോയി ഇരിക്കാം എന്ന് പറയുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നത്. ഭാസ്കരൻ ലളിതയോട് പറയും, എടി ഇന്നിവിടെ ബിരിയാണിയല്ല, ഞാൻ സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. സമയത്ത് സുനന്ദ പറയും, എന്താ വിളിച്ച് വരുത്തിക്കാണ്ട് എന്താ
നാണം കെടുത്തുവാണോ ചോദിക്കും സുനന്ദ. ആ സമയത്ത് ഭാസ്കരൻ പറയും, മോളെ വെറുതെ ഒന്ന് നിൻ്റെ അമ്മയെ ഞാനൊന്ന് കളിയാക്കിയതാണെന്ന് പറയുകയാണ്. പിന്നീട് ഭാസ്കരൻ ചോദിക്കും, എവിടെ നിൻ്റെ ഏട്ടൻ വന്നില്ലേ? അപ്പോൾ ലളിത പറയും, ഏട്ടനൊന്നും വരത്തില്ല എന്ന് പറയുകയാണ്. പിന്നീട് ഭാസ്കരൻ പറയും, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. പിന്നീട് സുനന്ദ പറയും, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കും. പിന്നീട് താലി കെട്ടാൻ സമയമാകുന്ന സമയത്ത് സുധീഷും ഹരീഷും നികേഷും കൂടെ സുഭാഷിനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. പിന്നീട് പൂജാരി പറയും, പെൺകുട്ടിയെ കൊണ്ടുവരാൻ സമയമായി എന്ന്. ആ സമയത്ത് സുധീഷ് നിധിയോട് ചെന്ന് പറയും, പെൺകുട്ടിയെ കൊണ്ടുവരാൻ പൂജാരി പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ നിധി ചാന്ദിനിയെയും കൊണ്ട് മണ്ഡപത്തിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ചാന്ദിനിയും സുഭാഷും ഒരുമിച്ച് ഇരിക്കുകയാണ് മണ്ഡപത്തിൽ. ആ സമയത്ത് അപ്പോൾ ഹരീഷും അതുപോലെ നീതും കൂടി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആ സമയത്ത് ഹരീഷ് നീതുവിനോട് പറയും, അത് ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഇപ്പോൾ നിർത്ത്, പിന്നീട് ഫോട്ടോ എടുക്കാം എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതു പറയും, ആളുകൾ ശ്രദ്ധിച്ചോട്ടെ, നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛനും അമ്മയും ഇതെല്ലാം കാണുന്നുണ്ടാകും. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ അച്ഛനോട് പറയും, നിങ്ങളുടെ മകൾ അവിടെ നിന്ന് കാട്ടുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറയുകയാണ്. ഇത് ഹരീഷ് കേൾക്കും. ആ സമയത്ത് ഹരീഷ് പറയും, അച്ഛനും അമ്മയും എല്ലാം നോക്കുന്നുണ്ട്, നീ ഇത് നിർത്ത് എന്ന് പറയുകയാണ്. ആ സമയത്ത് നീതു പറയും, അവരെല്ലാവരും നോക്കിക്കോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഹരീഷ് ഇങ്ങ് ചേർന്ന് നിൽക്കുക, എന്നിട്ട് ഫോണിലോട്ട് നോക്കി, നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോട്ടോ എടുക്കുകയാണ്. ആ സമയത്ത് സുധീഷ് ഹരീഷിനോട് ചോദിക്കും, എല്ലാവർക്കുമുള്ള ഫുഡെല്ലാം റെഡിയല്ലേ, ആളുകളെല്ലാം വരുന്നുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയും, അതെല്ലാം റെഡിയാണ്. പിന്നീട് പൂജാരി പറയും, ചെറുക്കൻ പെണ്ണിൻ്റെ കഴുത്തിലോട്ടും പെണ്ണ് കഴുത്തിലോട്ടും മാല ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈകളിലോട്ട് മാല എടുത്തു കൊടുക്കും. ആ സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ സന്തോഷം ആവുന്നുണ്ട്. പിന്നീട് ആ മാല വാങ്ങി അവർ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇട്ട് കൊടുക്കുകയാണ്. പൂജാരി താലി എടുത്ത് സുഭാഷിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൊടുത്തതിന് ശേഷം പൂജാരി പറയും, ഈ താലി എടുത്ത് പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ട് എന്ന്. അങ്ങനെ കെട്ടാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറിൽ കുറച്ച് ഗുണ്ടകൾ വന്ന് ഇറങ്ങുകയാണ്. ആ ഗുണ്ടകൾ വന്ന് സുഭാഷിനെ അടിച്ച് വീഴ്ത്തുകയാണ്. എന്നിട്ട് ചാന്ദിനിയെ പിടിച്ച് വലിച്ച് കാറിലോട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് സുഭാഷും ബാക്കിയുള്ളവരും എല്ലാവരും അവരെ പിടിച്ചു വെക്കാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പിടിച്ച് വലിച്ചുകൊണ്ട് ചാന്ദിനിയെ വണ്ടിയിൽ കയറ്റും. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. ആ സമയത്ത് സുഭാഷ് അവരെ വിട്ടേക്ക് എന്ന് പറയും. അതൊന്നും കേൾക്കാതെ ചാന്ദിനിയെയും കൊണ്ട് അവരവിടെ നിന്നും പോകും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.